സ്കോക്ക് സർക്കിട്ട്. റൈറ്റർ ഡയറക്ടർ തമർ KV. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ്. ആദ്യത്തെ സിനിമ 1001 നുണകൾ. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അജിത് വിനായകയാണ്. അതുപോലെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ഗോവിന്ദ് വസന്ത. കിടിലം വർക്ക്. അതായത് ഈ സിനിമ ഇമോഷണലി ഇത്രയും ഹുക്കാവാൻ കാരണം വൺ ഓഫ് ദ റീസൺസ് ഗോവിന്ദ് വസന്തയാണ്. അതുപോലെയാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന സോങ്സ് ആയി കഴിഞ്ഞാൽ, അതുപോലെ സ്കോറിംഗ് ആയി കഴിഞ്ഞാലും. നമ്മുടെ അമൽ ഡേവിസ്, സംഗീത് പ്രതാപാണ് ഇതിൻ്റെ എഡിറ്റർ. അതുപോലെ ഇതിൻ്റെ DOP IS രണ്ടുപേരും നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. സർക്കിട്ടിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. UAE റാസൽ കൈമ. ഫുജേറ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഫോട്ടോ വൈറലായിരുന്നു ആസിഫ് അലി ഷൂട്ടിങ്ങിനിടയ്ക്ക് റാസൽ കൈമയിലെ തണുപ്പിൽ ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന സെറ്റിൽ. അപ്പോൾ സാധാരണയായിട്ട് ഈ മിഡിൽ ഈസ്റ്റ് ബേസ്ഡ്, ഈ ഗൾഫ് ബേസ്ഡ് സിനിമകളെന്ന് പറയുന്നത് ഏതെങ്കിലും നായകനും കുറച്ച് ആർട്ടിസ്റ്റുകളും ഉണ്ടാവും, ബാക്കി കുറേ ആളുകളെ അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് കുറച്ച് നമ്മളെ ആൾക്കാരും പിന്നെ RJ മിഥുനും കൂട്ടക്കാരും അങ്ങനെ തട്ടിക്കൂട്ട് പരിപാടി. അതായത് മിഡിൽ ഈസ്റ്റ് ബേസ്ഡ് സിനിമ എന്ന് പറയുന്ന സമയത്ത് അത് സ്റ്റോറി അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്ക് മനസ്സിലാവും കാണുമ്പോഴും. വെറുതെ കുറേ സിനിമകൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഈ സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോഗ്രഫിക്കൽ ഏരിയയാണ്, പ്രത്യേകിച്ച് ആസിഫ് അലിയുടെ ക്യാരക്ടർ. കാരണം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അവിടെ പോവുകയും വിസിറ്റിംഗ് വിസയിൽ പോവുകയും ജോലി കിട്ടാതെ തെണ്ടി നടക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറി തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ജോഗ്രഫിക്കൽ ഏരിയ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. സിനിമയിൽ 2 കഥാപരിസരമാണ്. ഒന്ന് ആസിഫ് അലിയും അദ്ദേഹത്തിൻ്റെ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ കഥാപരിസരവും, അതുപോലെ ദീപക് പറമ്പോലും ദിവ്യപ്രഭയും അവരടങ്ങുന്ന ഒരു ഫാമിലി. അപ്പോൾ ഇങ്ങനെ ഒർഹാൻ ഹൈഡർ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. ഗംഭീര ആക്ടിങ്. ആ പയ്യൻ ADHD ഉള്ള ഒരു ക്യാരക്ടറാണ്. സാധാരണയായിട്ട് ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള, ഇമ്പൾസീവായിട്ടുള്ള, ഭയങ്കര പ്രൊവോക്കേറ്റീവായിട്ട് പെരുമാറുന്ന അങ്ങനത്തെ പിള്ളേർ റിയൽ ലൈഫ് കണ്ടാൽ തന്നെ എനിക്ക് പേഴ്സണലി കാലേ വരെ നിലത്തടിക്കാൻ തോന്നും. തിയേറ്ററിൽ വരെ ഉണ്ടാവാറുണ്ട് അത്തരം പിള്ളേരെ. നമ്മൾ കല്യാണം വിട്ട് പോയി കാണാം, ഇടയ്ക്ക് നമ്മുടെ ഫാമിലി വരാറുണ്ട്. കാരണം ഭയങ്കര റെസ്ലെസ് ആയിരിക്കും, എല്ലാ സാധനങ്ങളും നശിപ്പിക്കും. ഒരു തരത്തിലുള്ള നമുക്ക് അവരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമയിൽ, അത് ഇനി സിനിമയിലായി കഴിഞ്ഞാൽ അത്തരം കഥാപാത്രം കണ്ടു കഴിഞ്ഞാൽ സാധാരണ മറ്റേ കങ്കുവയിൽ മറ്റേ റിവ്യൂ കണ്ടയാൾ പറഞ്ഞു പിടിച്ച് ഞെരുക്കാൻ തോന്നും. പക്ഷേ ഈ സിനിമയിൽ ആദ്യമേ അത് കൺവിൻസ് ചെയ്യുന്നുണ്ട് ഈ പയ്യൻ്റെ അസുഖം എന്താണെന്ന്, ADHD ആണെന്നും. ADHD കുറിച്ച് അറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം വൈ ഹീ ഈസ് ബിഹേവിങ് സോ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പയ്യൻ്റെ സാധാരണഗതിയിൽ ഞാൻ നോർമലി പറയാണ്, ഇത്തരം പിള്ളേരെ സിനിമയിൽ ക്യാരക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ സഹിച്ചറിയാൻ പറ്റില്ല, അങ്ങനെ ചൊറിഞ്ഞു കയറി വരും. പക്ഷെ ഇതിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ആ ഒരു വളരെ എമ്പത്തറ്റിക് ആയിട്ട് ആ പയ്യനെ നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് ഈ സിനിമ എഴുതി വെച്ചിരിക്കുന്നത്, ആ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഈ പയ്യൻ്റെ അന്യ ആക്ടിങ്, അതായത് ശരിക്കും ADHD ഉള്ളൊരു പയ്യൻ. ശരിക്കും അങ്ങനെയുള്ള പിള്ളേരുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഈ സിനിമ കണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ മറ്റു കുട്ടികൾക്കും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവരുടെ ക്ലാസ്സിലൊക്കെ ഇങ്ങനെയുള്ള ചില കുട്ടികൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതെന്നും പാരൻസിന് എത്രമാത്രം റോളുണ്ടെന്നൊക്കെ ഈ സിനിമ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ കൂടുതൽ കുറേ ലേയേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. അതുകൊണ്ടാണ് ഈ സിനിമ മനോഹരമാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാമിലി, ഇങ്ങനെയുള്ളൊരു പയ്യൻ അങ്ങനെ പോകുന്നു. അതിൽ ഇവരുടെ ആക്ടിങ് ദിവ്യപ്രഭയായി കഴിഞ്ഞാലും ദീപക് പറമ്പോലേക്ക് കഴിഞ്ഞാലും പയ്യൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ഗംഭീര ആക്ടിങ് ആണ്. ദീപക് പറമ്പോലൊക്കെ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. ദിവ്യപ്രഭ അവസാനം ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. ആസിഫ് അലിയുടെ കഥാപാത്രം അതേസമയം പാരലായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ജോലി തേടി നടക്കുന്ന ഒരാൾ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഏതൊരു പ്രവാസിക്കും അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും അങ്ങനെ ആളുകളുണ്ട് വിസിറ്റിംഗ് വിസയിൽ പോയിട്ട്. അതുപോലെ തന്നെ റൂം ഷെയർ ചെയ്യാം, അവിടെ മറ്റുള്ളവരുടെ പെരുമാറ്റം, പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നത്, അങ്ങനെ ഡെലിവറി ചെയ്യാൻ പോകുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന വേറൊരു ഇക്കയുണ്ട്. അദ്ദേഹം പ്രായമുള്ള ഒരാൾ. അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ സാവിദാസ് പ്രഭു അദ്ദേഹം നന്നായിട്ടുണ്ട്. അലക്സാണ്ടർ പ്രശാന്ത് അദ്ദേഹം നന്നായിട്ടുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങളൊന്നുമില്ല. ഇത് കഥ പറച്ചിലാണ്. പിന്നെ ആസിഫിൻ്റെ പെർഫോമൻസ് കിടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലേഡായിട്ടുള്ള കഥാപാത്രമാണേ. പക്ഷേ അത് അദ്ദേഹം എന്ത് സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറയൂലേ ഇപ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക് ഇവരൊക്കെ കരയുമ്പോൾ നമുക്കും കരച്ചിൽ വരും, അല്ലെങ്കിൽ അവർ ഇമോഷൻ പ്രകടിപ്പിക്കുമ്പോൾ നമ്മുടെ ഇമോഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു ആസിഫിൻ്റെ പെർഫോമൻസിലൂടെ. അങ്ങനെ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാൻ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. ഇപ്പോൾ ഒരു കഥാപാത്രം കരയുന്നു, നമുക്ക് ഓക്കെ, ആ കഥാപാത്രം നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് നമ്മുടെ വേദനയായിട്ട് ഫീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കൂടെ സഞ്ചരിക്കുമ്പം കിട്ടുന്നൊരു സാധനമില്ലേ, അത് നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഒരു ആക്ടർ കഴിഞ്ഞ് പറഞ്ഞാൽ ഹീസ് എ ഗ്രേറ്റ് ആക്ടർ. ആസിഫ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആസിഫ് പല സ്ഥലത്തും കാണിക്കുന്നത്, നിങ്ങൾ ഈ സിനിമ OTT ഇറങ്ങിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ആസിഫിന് കിട്ടും.
ഗംഭീര പെർഫോമൻസ് ഉള്ള ഒരുപാട് സ്ക്രീൻഷോട്ട്, എസ്പെഷ്യലി ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്കും പടത്തിൻ്റെ ഒരു ഗ്രാഫും ഗംഭീരമായി. അതോടൊപ്പം ആസിഫ് പീക്ക് ദർ എന്ന് പറയാം, ആ രീതിക്ക് ആസിഫ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയ്ക്കകത്തുള്ള സ്റ്റോറി ടെല്ലിങ്, അത് ആസിഫാണ് ചെയ്യുന്നത്. ആസിഫ് ഗംഭീരമായിട്ട്, അതായത് അഗൈൻ ഞാൻ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ സ്റ്റോറി, അതുപോലെ ഈ ചെക്കനായിട്ട് ഒരു നിഴലൊക്കെ കാണിച്ചുകൊണ്ട് പറയുന്ന സ്റ്റോറി, പിന്നെ നക്ഷത്രങ്ങളുടെ സ്റ്റോറി, ഇങ്ങനെ ആകാശം നോക്കി പറയുന്നത്, അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിൽ ഈ റൈറ്റർ ഡയറക്ടറോടൊപ്പം തന്നെ ഈ തമറിൻ്റെ ഒപ്പം തന്നെ ആസിഫിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. അദ്ദേഹം അത്രയും ഗംഭീരമായിട്ട് റെൻഡർ ആയിട്ടുള്ളത്. അതോടൊപ്പം ചെക്കനുള്ള കെമിസ്ട്രിയും ചെക്കൻ്റെ പെർഫോമൻസും. ഷിൻജാൻ ചൈനക്കാരനല്ല, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, മലയാളിയാണ്. ആസിഫിൻ്റെ അച്ഛനായിട്ടാണ്, നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ രമ്യ സുരേഷ്, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ദാരിദ്ര്യം പിടിച്ച കഥാപാത്രം, ഓയിൽ സാരി. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നുമില്ല, നേഴ്സാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം കിട്ടിയിട്ടുണ്ട്. ഈ അടുത്ത റെട്രോയ്ക്കകത്ത് മലങ്കൾട്ട് പെർഫോമൻസ് നടത്തിയതിന് ശേഷം ഒരു നല്ലൊരു കഥാപാത്രം രമ്യ സുരേഷ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വളരെ ഒരു കൊച്ചു സിനിമ, പക്ഷേ വെരി നൈസ്. പേഴ്സണലി എനിക്ക് ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണോ ഉദ്ദേശിച്ചത് അത് നടന്നിട്ടുണ്ട്, പണി നടന്നിട്ടുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കൺവേ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആസിഫിലയുടെ കഥാപാത്രം ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ടും പിന്നെ അത് എഴുതി വെച്ചതും ഡയറക്റ്റ് ചെയ്തതും കൊണ്ട് തന്നെ നല്ല രീതിക്ക് അത് ഉൾക്കൊള്ളാനും അത് ഫീൽ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. സാധാരണയായിട്ട് ഇത്തരം സിനിമകളിൽ ചില കോമഡികളും അങ്ങനെയൊന്നുമില്ല, ഓൺ എ വെരി സീരിയസ് നോട്ട് ആണ് സിനിമയെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് തരുന്നതും. ഇതിൽ ഒരൊറ്റ തമാശ സീന് പോലും ഇല്ലേ, ഒരൊറ്റ സിംഗിൾ തമാശ സീന് പോലും ഇല്ല. അങ്ങനെ ഒരു സിനിമ കാണാനും മനോഹരമാണ്. വേറെ ഗിമ്മിക്സുകളൊന്നും ഇല്ലാത്ത വളരെ നീറ്റായിട്ടുള്ള, വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സിനിമ.